നമസ്കാരം. ഞാൻ വിപിൻ പുത്തൂരത്ത്. മാന്യ പ്രേക്ഷകർക്ക് പൾസ് മീഡിയയുടെ മുറ്റത്തെ മുല്ല എന്ന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ പഴഞ്ചൊല്ല്. എന്നാൽ യാഥാർത്ഥ്യം അതാണോ? മറ്റേത് മുല്ലയേക്കാളും ഏറ്റവും കൂടുതൽ മണമുള്ള മുല്ല നമ്മുടെ മുറ്റത്തെ മുല്ല തന്നെയാണ്. നറുമണം പരത്തുന്ന നിരവധി മുറ്റത്തെ മുല്ലകൾ അറിയപ്പെടാതെ പോകുന്നുണ്ട്. അതിൻ്റെ സൗരഭ്യം വേണ്ടവരിലേക്ക് എത്താതെ പോകുന്നുണ്ട്. നല്ല കഴിവും അറിവും ജ്ഞാനവുമുള്ള നിരവധി നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ, അറിയപ്പെടാതെ പോയ കലാകാരന്മാരെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ദൗത്യമാണ് മുറ്റത്തെ മുല്ല എന്ന ഈ പരിപാടിയിലൂടെ പൾസ് മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുറ്റത്തെ മുല്ല പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ മുട്ടിക്കാട് സ്വദേശിയായ യൂസഫ് എന്ന ഗാനരചയിതാവിനെയാണ്. മാപ്പിളപ്പാട്ടുകളായും മറ്റ് മണ്ണിൻ്റെ മണമുള്ള നൂറുകണക്കിന് ഗാനങ്ങൾ എഴുതിക്കൊണ്ട് ജനമനസ്സുകളിൽ കുടിയേറിയ വ്യക്തിയാണ് മുട്ടിക്കാട് സ്വദേശിയായിട്ടുള്ള യൂസഫ് ഭായ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. മാപ്പിളപ്പാട്ടുകളും പ്രണയഗാനങ്ങളും മതസൗഹാർദ്ദം വിളിച്ചോതുന്ന ഗാനങ്ങളും ദേശഭക്തി ഗാനങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് ഗാനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ തൂലികയിലൂടെ ജന്മം കൊണ്ടത്. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. ഞാൻ യൂസഫ് മുട്ടിക്കാട് ഒരുപാട് ഗാനങ്ങൾ രചന നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീതവും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് പാട്ടുകൾ അണിയറയിലുണ്ട്. സന്തോഷം. എൻ്റെ നാടിനെ പറ്റിയിട്ടും ഭക്തിഗാനങ്ങളും പ്രണയഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവരുടെ സപ്പോർട്ട് കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നമസ്കാരം. നമസ്കാരം. എത്ര വർഷമായി ഇപ്പോൾ ഈ പാട്ടെഴുത്തിലേക്കും ഈ സംഗീത സബരിയിലൂടെയൊക്കെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഞാൻ എൻ്റെ പ്രവാസ ലോകം തുടങ്ങിയിട്ട് 20 വർഷമായി. അപ്പോൾ പ്രവാസ ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രവാസിയായാൽ തന്നെ നമുക്ക് സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും കൂടെ കടന്നു പോകുന്ന സമയത്ത് യാദൃശികമായിട്ട് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ചില ആളുകളുണ്ട്. അതിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതിലൊന്നാണ് എൻ്റെ അമ്മാവൻ സൈനുദ്ദീൻ ഹാജി, അതുപോലെ തന്നെ മുട്ടി അജുമ്മ, അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യാദൃശ്യമായിട്ട് സ്നേഹമായി ഞാൻ തുടങ്ങിയിടട്ടെ, സ്നേഹത്തോടെ ഞാൻ പറഞ്ഞിടട്ടെ, ഒരു കാലം എന്നിൽ നിന്ന് അകന്നുപോയി ഓർമ്മകൾ പലതും മാഞ്ഞു പോയി എന്നൊരു പാട്ട് വെറുതെ ഞാൻ എഴുതിയതാണ്. അതിൻ്റെ സുഹൃത്തുക്കൾ കേട്ടപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു താങ്കൾക്ക് എഴുതാനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തുടരണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ യാദൃശ്യമായിട്ട് ഞാൻ രചനാരംഗത്തേക്കും സംഗീത രംഗത്തേക്കും കാലെടുത്ത് വെച്ചത്. ഏകദേശം എത്ര വർഷം മുമ്പാണ് ആദ്യ പാട്ട് മുത്രസൂൽ എന്നൊരു ആൽബമാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത്. സുമേഷ് കാവഞ്ചേരിയും സുരേഷ് പുറത്തൂരും സംവിധാനം ചെയ്ത താജുദ്ദീൻ താനൂർ പാടിയൊരു ഗാനമാണ്. അതിൻ്റെ സംഗീതവും രചനയും ഞാൻ നിർവഹിക്കുക. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ തുടക്കം. അത് അത്യാവശ്യം നല്ല പ്രേക്ഷകർ ഏറ്റെടുത്തൊരു പാട്ടാണ് മുത്രസൂൽ എന്ന് പറഞ്ഞാൽ. അങ്ങനെ പിന്നെ അതിൻ്റെ പിന്തുടർച്ചയായിട്ട് കുറേ പാട്ടുകൾ എനിക്ക് രചന നിർവഹിക്കാൻ കഴിഞ്ഞു. ഇന്ന് ഈ ബലിപെരുന്നാൾ ദിനത്തിൽ താങ്കളുടെ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയ പാട്ടുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പാട്ട് പാടിക്കൊണ്ട് നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് അസൽ കുത്തുകല്ല്. അപ്പോൾ അദ്ദേഹം രചന നിർവഹിച്ച് ഞാൻ സംഗീതം ചെയ്തൊരു പാട്ടുണ്ട്. ഞാൻ വലിയ പെരുന്നാളിന് പാട്ടുകൾ എഴുതിയിട്ടില്ല, പക്ഷേ അദ്ദേഹം രചന നിർവഹിച്ചൊരു പാട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പുലിമാറിനിട്ട് അത് നമുക്ക് കേൾക്കാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തെക്ബീർ ധ്വനികളുയർന്നു സുന്ദര ദിനമെത്തി
തിരുചൊവ്വാലിൻ പൊൻവിരവാനിൽ വന്നെത്തി. തക്ബീർ ധ്വനികളുയർന്നു സുന്ദര ദിനമെത്തി. തിരുചൊവ്വാലിൻ പൊൻവിരവാനിൽ വന്നെത്തി. പിരിച്ചേരും തിരുവലിയ പെരുന്നാളാഗതമായി. പിരിച്ചേരും തിരുവലിയ പെരുന്നാളാഗതമായി. ലോക മുസൽമാൻ ബലി പെരുന്നാളും കൊണ്ടാടി. ലോക മുസൽമാൻ ബലി പെരുന്നാളും കൊണ്ടാടി. തക്ബീർ ധ്വനികളുയർന്നു സുന്ദര ദിനമെത്തി. തിരുചൊവ്വാലിൻ പൊൻവിരവാനിൽ വന്നെത്തി. താങ്കൾ എഴുതിയ പാട്ടുകളിൽ വളരെയധികം ആളുകൾ സ്വീകരിച്ച ഒരു ഗാനമാണ് ഇരുളടയുന്ന മണ്ണറയ്ക്കുള്ളിൽ എന്ന ഗാനം. അങ്ങനെ ഒരു ഗാനം എഴുതാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ പ്രവാസ ലോകത്തിരിക്കുമ്പോഴാണ് നമ്മളെ പ്രളയം വന്നത്, ഫസ്റ്റ് പ്രളയം. അതിൽ ഒരു പ്രവാസിൻ്റെ വീട്, വലിയൊരു വീട്, അദ്ദേഹം പ്രവാസ ലോകത്തിരുന്ന് അധ്വാനിച്ചുണ്ടാക്കിയൊരു വീട് നഷ്ടപ്പെട്ടപ്പോൾ വല്ലാതെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയൊരു സന്ദർഭമാണ് ആ സാഹചര്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ പാട്ട് എഴുതാൻ കാരണം. ഇരുളടയുന്ന മണ്ണറക്കുള്ളിൽ ചേലിൽ ചെന്ന് കിടക്കേണ്ടവർ നമ്മൾ, പിന്നെ എന്തിന് ശാശ്വതമല്ലാത്ത ഈ ദുനിയാവിലെ സുഖങ്ങളെല്ലാം. ആ പാട്ട് പാടിയത് നമ്മുടെ വിശ്വട്ടനാണ്, എടപ്പാൾ വിശ്വനാഥൻ എന്ന പിന്നണി ഗായകൻ. അദ്ദേഹമാണ് അത് പാടിയിട്ടുള്ളത്. അത് ഗംഭീരമായി പാടുകയും ചെയ്ത് ജനങ്ങളെ ഏറ്റെടുത്തുകയും ചെയ്ത്. അതിൻ്റെ സാഹചര്യം അതാണ്. ഈ പ്രളയം വന്നപ്പോൾ പ്രവാസിൻ്റെ വീട് ഒലിച്ചു പോയപ്പോൾ അത് വല്ലാതെ നൊമ്പരപ്പെടുത്തിയ ഒരു സമയമായിരുന്നു. അത് കേൾക്കാം. ഇരുളടയുന്നൊരു മണ്ണറയ്ക്കുള്ളിൽ ചേലിൽ ചെന്നു കിടക്കേണ്ടവർ നമ്മൾ. ചേലിൽ ചെന്നു കിടക്കേണ്ടവർ. പിന്നെ എന്തിന് ശാശ്വതമല്ലാത്ത ഈ ദുനിയാവിലെ സുഖങ്ങളെല്ലാം. ഈ ദുനിയാവിലെ സുഖങ്ങളെല്ലാം. ഇരുളടയും ഒരു മണ്ണറയ്ക്കുള്ളിൽ ചേലിൽ ചെന്നു കിടക്കേണ്ടവർ നമ്മൾ. ചേലിൽ ചെന്നു കിടക്കേണ്ടവർ. തിന്മ വെടിഞ്ഞു നീ നന്മകൾ ചെയ്ത് നാഥൻ വഴിയിൽ നീ നടക്ക്. നാഥൻ വഴിയിൽ നീ നടക്ക്. നാളൊരു ലോകം നിനക്കു വേണ്ടി കാത്തു നിൽക്കും നീ അതോർക്ക്. കാത്തു നിൽക്കും നീ അതൊക്കെ. ഇരുളടയും ഒരു മണ്ണറയ്ക്കുള്ളിൽ ചേലിൽ ചെന്നു കിടക്കേണ്ടവർ നമ്മൾ. ചേലിൽ ചെന്നു കിടക്കേണ്ടവർ. സ്കൂൾ ജീവിതത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. സ്കൂൾ ജീവിതം ചെറുലാൽ ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്, 10ാം ക്ലാസ് വരെ. അവിടുന്ന് പിന്നെ PDC പഠിച്ചു. പിന്നെ പ്രവാസ ലോകം അങ്ങനെ തുടങ്ങി. അതാണ് സ്കൂൾ ജീവിതത്തെ കുറിച്ചൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, ധാരാളം എഴുതിയിട്ടുണ്ട്. സ്കൂൾ സമയത്തുള്ള പ്രണയം മറ്റ് കാര്യങ്ങളൊക്കെ പാട്ടുകളിൽ പ്രതിഫലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു പാട്ട് എന്ന് പറയാൻ പറ്റും. സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ കലാലയത്തെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യം എൻ്റെ ചെറുലാൽ ഹൈസ്കൂളിനെ പറ്റിയിട്ടും എൻ്റെ 4ാം ക്ലാസ് വരെ പഠിച്ച കോന്നല്ലൂർ സ്കൂളിനെ പറ്റിയിട്ടൊക്കെ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. സ്കൂൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയൊരു
പ്രായം അതാണ്, ഒരു മനസ്സിനെ വല്ലാതെ കുളിരണിപ്പിക്കുന്ന ഒരു പ്രായമാണല്ലോ. അങ്ങനെയൊക്കെ ഞാൻ പ്രണയഗാനങ്ങളും ഇഷ്ടംപോലെ എഴുതിയിട്ടുണ്ട്. ഷാഫി കൊല്ലം പാടിയ പ്രണയ നീ മറന്നോ എന്നുള്ളൊരു പാട്ട്, അതേമാതിരി വേറെ ആശകൾ എത്രയോ പങ്കുവെച്ചു നമ്മൾ എന്നുള്ള പാട്ടുകൾ, അങ്ങനെ ഒരുപാട് പാട്ടുകൾ പ്രണയ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സ്കൂൾ കാലത്തെ കുറിച്ച് താങ്കൾ എഴുതിയ ഹൈസ്കൂളിനെ കുറിച്ചാണ് CHS ആ പാട്ട് കേൾക്കാം. CHS എന്ന എന്റെ വിദ്യാലയം, ഓർമ്മകൾ നിറയും എൻ സ്നേഹാലയം. CHS എന്ന എന്റെ വിദ്യാലയം, ഓർമ്മകൾ നിറയും എൻ സ്നേഹാലയം. അനുരാഗ സുന്ദര നിമിഷങ്ങളേകിയ പൂങ്കാവനം എന്റെ വിദ്യാലയം, എന്റെ സ്നേഹാലയം. അനുരാഗ സുന്ദര നിമിഷങ്ങളേകിയ പൂങ്കാവനം എന്റെ വിദ്യാലയം, എന്റെ സ്നേഹാലയം. CHS എന്ന എന്റെ വിദ്യാലയം, ഓർമ്മകൾ നിറയും എൻ സ്നേഹാലയം. താങ്കൾ ഇതുവരെ എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും? പാട്ടുകൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. എന്നാലും ഒരു 50ഓളം പാട്ടിൻ്റെ അടുത്ത് ഓർമ്മയില്ല. പ്രണയഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളുണ്ട്, അതുപോലെ മതസൗഹാർദ്ദത്തെ കുറിച്ചുള്ള പാട്ടുകളുണ്ട്, സ്കൂൾ ജീവിതം, സ്കൂളിൽ പഠിച്ച കാലഘട്ടത്തെ കുറിച്ചൊക്കെയുള്ള ഗൃഹാതുര സ്മരണകളൊക്കെയുള്ള പാട്ടുകളൊക്കെ ധാരാളം. ഇതില് ഈ പല പ്രശസ്തരും താങ്കളുടെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവും. അത് ആരൊക്കെയാണ് പാടിയിട്ടുള്ളത്? ഷാഫി കൊല്ലം പ്രണയത്തെ പറ്റിയുള്ള പാട്ടുകളൊക്കെ ഷാഫി കൊല്ലമാണ് പാടിയിട്ടുള്ളത്. അത് പിന്നെ അധ്യാപകരെ കുറിച്ച്, എൻ്റെ അധ്യാപകരെ കുറിച്ച് തന്നെ ഞാൻ പാട്ട് എഴുതിയിട്ടുണ്ട്. അറിവിൻ വെളിച്ചം വേകി തന്ന നാമമാണ് അധ്യാപകരൊന്നും നന്മയാണെന്നൊരു പാട്ട്, അത് സലീം കൊടുത്തുര പാടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാസില ബാനു, സുറുമി വയനാട്, നമ്മളെ എടപ്പാൾ വിശ്വനാഥൻ, സിനിമ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥൻ, അങ്ങനെ പ്രഗത്ഭരായ പലരും. ഇനി ഒരുപാട് ആളുകൾ പാടാൻ എടുക്കുന്നുണ്ട്. സുജാതത്തിനെ കൊണ്ട് ഒരു പാട്ട് പാടിക്കുന്നത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. എന്നാൽ ഒരു സാഹചര്യം കിട്ടുന്ന സമയത്താണ് അത് പാടിക്കും. അതോടൊപ്പം തന്നെ താങ്കൾ ഈ പാട്ടുകൾ എഴുതുന്നതോടൊപ്പം തന്നെ നിരവധി പാട്ടുകൾക്ക് സംഗീതം കൊടുക്കുന്നുണ്ട്. അത് അതിൽ പ്രധാനപ്പെട്ട പാട്ടുകൾ എന്തൊക്കെയാണ്? അത് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ തിരൂരുള്ളൊരു ദിലീപ് എന്ന് പറഞ്ഞ ഒരു രചയിതാവ്, പുതിയ രചയിതാവാണ്. അദ്ദേഹത്തിന് ഇപ്പം ഞാൻ ഒരു പ്രണയത്തിൻ്റെ പാട്ടിന് സംഗീതം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ എപ്പോഴും ഒരു വഴികാട്ടിയായ താജുദ്ദീൻ ഇക്ബാൽ നഗർ, അദ്ദേഹത്തിൻ്റെ പാട്ടിന് ഒരുപാട് പാട്ടുകൾക്ക് ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മൈലാഞ്ചി എന്നുള്ളൊരു പാട്ട്, കല്യാണപ്പാട്ട് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പാട്ടുകൾ ഇതിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ മരിക്കും നേരം എൻ്റെ ഉമ്മാൻ്റെ മടിയിൽ കിടന്നാവണം. അതുപോലെ തന്നെ 5ഓളം 6ഓളം പാട്ട് ഇപ്പോൾ സംഗീതം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ ഇറങ്ങിയ പാട്ടുകൾ സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, ഒരുപാട് പേർക്ക് അതാണ് പാട്ട് സംഗീതം ചെയ്തുകൊണ്ട്. അതുപോലെ തന്നെ അസൻ കുത്തിയല് എൻ്റെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ്, അദ്ദേഹത്തിന് സംഗീതം ചെയ്ത്. അങ്ങനെ ഒരുപാട് ആളുകൾ സംഗീതം ചെയ്തിട്ടുണ്ട്. പാട്ടുകളൊന്നും ഒരു ഓർമ്മയില്ല. പ്രണയിനെ നീ മറന്നോ, എന്നെ പിരിഞ്ഞകന്നോ, എന്നിലെ സ്നേഹമെല്ലാം അറിയാതെ നീ മറഞ്ഞോ, അറിയാതെ നീ മറഞ്ഞോ. പ്രണയാദ്രമായൊരു സുന്ദര കാലവും ഓർമ്മയിൽ നിന്നു മാഞ്ഞു, ഓർക്കുവാൻ നീ മറന്നോ, ഓർക്കുവാൻ നീ മറന്നോ. പ്രണയിനെ നീ മറന്നോ, എന്നെ പിരിഞ്ഞകന്നോ, എന്നിലെ സ്നേഹമെല്ലാം അറിയാതെ നീ മറഞ്ഞോ, അറിയാതെ നീ മറഞ്ഞോ. അതുപോലെ തന്നെ ഞാൻ സംഗീതം ചെയ്ത ഒരു പുതിയ രചയിതാവുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇവിടെ ഇൻട്രോ ചെയ്യുകയാണ്. കാരണം വളർന്നു വരേണ്ട ഒരു എഴുത്തുകാരനാണ് മുനീർ ഷാ കൈത്തക്കര.
അദ്ദേഹം ഉമ്മാനെ പറ്റി ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നൊമ്പരം വെച്ച് ചെയ്തൊരു പാട്ടാണ്. അതിനിപ്പോൾ സംഗീതം ചെയ്യാൻ കഴിഞ്ഞു. നല്ല പ്രേക്ഷകർ ഏറ്റെടുത്തൊരു ഗാനമാണ്. അതുപോലെ താജ് ഇഖ്ബാൽ നഗറിൻ്റെ കോന്നല്ലൂർ, എൻ്റെ നാട് കോന്നല്ലൂർ എന്ന പാട്ടിന് ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. താജ് ഇഖ്ബാൽ നഗർ എഴുതിയ വേറൊരു പാട്ട് മുട്ടിക്കാട് സ്കൂൾ കോന്നല്ലൂർ സ്കൂളിനെ പറ്റിയൊരു പാട്ട്, അതിനും സംഗീതം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. വളരെയധികം സന്തോഷവാനാണ്. സ്കൂൾ കാലഘട്ടത്തിലൊക്കെ അധ്യാപകർ എപ്പോഴും നമുക്കൊരു ഇൻസ്പിറേഷനാണ്, വഴികാട്ടികളായിരുന്നു. അങ്ങനെ ഏതെങ്കിലും അധ്യാപകർ താങ്കൾക്ക് മറക്കാനാകാത്ത ആളുകൾ, അവരെ കുറിച്ച് പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഞാൻ പഠിച്ചത് കോന്നല്ലൂർ ചെറിയ സ്കൂളിലാണ്. ഇവിടെ മുട്ടിക്കാട് കോന്നല്ലൂർ LP സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നെ അത് പഠിപ്പിച്ച സുദർശൻ മാഷ്, പിള്ള മാഷ്, അവരൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യ അക്ഷരങ്ങൾ നുകർന്നു തന്ന അവർക്കാണ്. അപ്പോൾ അവരൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരാൾ ഹൈസ്കൂളിലാണ് ഞാൻ എൻ്റെ ബാക്കി പഠനങ്ങളൊക്കെ പൂർത്തിയാക്കിയത്, 10ാം ക്ലാസ് വരെ. എന്നെ ഏറ്റവും ഇൻസ്പിറേഷൻ ചെയ്തത് അബ്ദുള്ള മാഷ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ മാഷെ പറ്റി ഒരുപാട് ആളുകൾ എപ്പോഴും പറയും. സുലൈമാൻ മൽപ്പത്തൂർ അടക്കം പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരാളാണ് അബ്ദുള്ള മാഷ്. എന്നെ ഒരുപാട് ഇൻസ്പിറേഷൻ ചെയ്തൊരു അധ്യാപകനാണ്. അതുപോലെ ശോഭ ടീച്ചർ, ഊർമിള ടീച്ചർ, വത്സല ടീച്ചർ, ഇവരൊക്കെ എന്നും അവരൊക്കെ തന്ന വഴി, അവർ പറഞ്ഞു തന്ന വഴിയിലൂടെ ഞാൻ കടന്നു പോയത്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഞാൻ അവരായിട്ട് നല്ല ബന്ധം പുലർത്തുന്നുണ്ട്. വാട്സപ്പിലൂടെയും എല്ലാ സുഖവിവരങ്ങളും ചോദിച്ചാറുള്ളത്. നമ്മുടെ അധ്യാപകർ അങ്ങനെയല്ലോ. അധ്യാപകരെന്ന് പറഞ്ഞാൽ നമുക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. ആ സ്ഥാനത്ത് നിർത്തേണ്ടവരാണ്. അപ്പോൾ എന്നും അവരൊരു ഇൻസ്പിറേഷനാണ്. അവർ തന്ന വഴിയിലൂടെ ഇന്ന് ഞാൻ മുന്നോട്ട് പോകുന്നു. അതിൽ ഞാൻ സന്തോഷവാനാണ്. തീർച്ചയായിട്ടും താങ്കൾ അധ്യാപകരെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു ഗാനം നമുക്ക് അതിലേക്ക് കിടക്കാം. ഓക്കെ. അധ്യാപകരെന്നും മനസ്സിൽ നന്മയാണ്, അറിവിൻ വെളിച്ചമേകി തന്ന നാമമാണ്. അധ്യാപകരെന്നും മനസ്സിൽ നന്മയാണ്, മാതാപിതാ ഗുരു ദൈവസ്ഥാനമാണ്. മനസ്സിലെന്നും ഓർത്ത് വയ്ക്കും പേരതാണ്, മനസ്സിലെന്നും ഓർത്ത് വയ്ക്കും പേരതാണ്. അറിവിൻ വെളിച്ചമേകി തന്ന നാമമാണ്. അധ്യാപകരെന്നും മനസ്സിൽ നന്മയാണ്. മതസൗഹാർദ്ദത്തിന്റെ കാര്യത്തില് മലപ്പുറം എപ്പോഴും ഒരു വേറിട്ട കാഴ്ചയാണ്. ശരിക്കും ആ ഒരു സഹോദര മതസ്ഥർ തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മ, അത് ഓണമാകട്ടെ, പെരുന്നാളാകട്ടെ, വിഷു ആണെങ്കിലും ഒക്കെ ആ ഒരു ആത്മബന്ധമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിഷയത്തെ കുറിച്ചും താങ്കൾ പാട്ടുകൾ എഴുതിയിട്ടുണ്ടാകും. അതിനെക്കുറിച്ചും വിശദീകരിക്കും. മതസൗഹാർദ്ദം മലപ്പുറം എടുത്ത് പറയണ്ട. എന്താ വെച്ചാൽ മലപ്പുറം തന്നെ നമ്മൾ എല്ലാ മതങ്ങളും, ഓണമായാലും വിഷു ആയാലും പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാവരുടെയും ആഘോഷങ്ങൾ നമ്മളെല്ലാവരും പങ്കെടുക്കാറുണ്ട്. അത് നമുക്ക് കിട്ടിയൊരു വലിയ ഒരു മലപ്പുറംകാരൻ എന്ന നിലയ്ക്ക് ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മളെ ഇന്നത്തെ സാഹചര്യം വല്ലാത്തൊരു അവസ്ഥയിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകുന്നു. എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് വലുതാക്കി കാണിക്കുക എന്ന് മാത്രമാണ്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ വല്ലാതെ നൊമ്പരപ്പെടുത്തിയൊരു സമയമാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ സൗഹാർദ്ദം എന്ന വാക്കിനൊന്ന് അർത്ഥമില്ലാതായിരുന്നു എന്നൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അത് മാനു പട്ടണക്കാവാണ് അത് പാടിയിട്ടുള്ളത്. അത് സംഗീതം ചെയ്തത് ഞാനാണ്. എൻ്റെ സുഹൃത്തുക്കളൊക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരൊക്കെ എടുത്തു പറയണം. കാരണം വഹാബ്, അതേപോലെ ബാബാ സാഹിബ്, അതുപോലെ ജമാൽ, നമ്മളെ ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ഹാർമോണിസ്റ്റാണ്. ഭയങ്കര കഴിവുള്ള ഒരാളാണ്. അതുപോലെ എന്നെ ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ബാവാക്ക, അതുപോലെ തന്നെ വഹാബ്, അങ്ങനെ ഒരുപാട് മാനുപട്ടണക്കായി ആണ് ആ പാട്ട് പാടിയിട്ടുള്ളത്. ഇതിൻ്റെ അനിയനും കൂടെയാണ്, എൻ്റെ മുത്താപ്പൻ്റെ മകനായി വരും. അങ്ങനെ ഒരുപാട് ആളുകൾ എടുത്തു പറയാനുമുണ്ട്. ഹസൻ കുത്തുകല്ല്, വേറെ ആർക്കും മറന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരും എൻ്റെ ഒരു വഴികാട്ടികളാണ്. അതുകൊണ്ട് അവരൊക്കെ നമ്മളെ അപ്പം നിൽക്കണ എല്ലാ കാര്യത്തിലും നമ്മൾ ഉണ്ടാകുന്ന ആളുകളാണ്. അതിൽ വലിയ സന്തോഷമുണ്ട്. അർത്ഥമെന്ന വാക്കിനിന്ന് അർത്ഥമില്ലാതായിടും നമ്മുടെ നാട്ടിൽ, ഈ ഭാരത നാട്ടിൽ. മനുഷ്യരെ അറിയാത്ത കാലം, മനുഷ്യത്വം മരവിച്ച ലോകം. ഇതെന്തൊരു കാലം, ഇതെന്തൊരു ലോകം. സൗഹാർദ്ദമെന്ന വാക്കിനിന്ന് അർത്ഥമില്ലാതായിടും നമ്മുടെ നാട്ടിൽ, ഈ ഭാരത നാട്ടിൽ. മനുഷ്യരെ അറിയാത്ത കാലം, മനുഷ്യത്വം മരവിച്ച
ലോകം ഇതെന്തൊരു കാലം ഇതെന്തൊരു ലോകം. ഈ സമയം എൻ്റെ പ്രിയ സുഹൃത്ത് ഞാൻ ഓർക്കുകയാണ്. കാരണം എൻ്റെ നാളെയുണ്ടൊരു ലോകം എന്ന പാട്ടിലെ പാട്ടുപാടിയ ആളാണ് സിദ്ദീഖ് മുട്ടിക്കാട്. അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു. വല്ലാത്തൊരു നൊമ്പരാണ്. എൻ്റെ പാട്ട് പാടി ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ വിട്ടു പിരിഞ്ഞു. എനിക്കത് എൻ്റെ മനസ്സിന് വല്ലാത്തൊരു നൊമ്പരമായിരുന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച ഒരു വൈരങ്കോട് ഉണ്ണിയേട്ടൻ അദ്ദേഹം മരണപ്പെട്ടു പോയി. അവരെല്ലാം ഈ സമയം ഞാൻ ഓർക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് അവിടുത്തെ ലോകം സന്തോഷമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെയുണ്ടൊരു ലോകം നാം അറിഞ്ഞിടേണം. നാളെയുണ്ടൊരു ലോകം നാം അറിഞ്ഞിടേണം. ഓർക്കുമ്പോൾ ഭയം വന്നു നിറയും, കുമ്പോൾ ഭയം വന്നു നിറയും. ഒടുവിലാ സമയം വന്നടയും. നാളെയും ഒരു ലോകം നാം അറിഞ്ഞിടേണം. നാളെയും ഒരു ലോകം നാം അറിഞ്ഞിടേണം. ഓർക്കുമ്പോൾ ഭയം വന്നു നിറയും. ഓർക്കുമ്പോൾ ഭയം വന്നു നിറയും. ഒടുവിലാ സമയം വന്നടയും. നാളെയുണ്ടൊരു ലോകം നാം അറിഞ്ഞിടേണം.